പിടിയവനെ, വിടരുത്, പിടിയവനെ. ആഹാ, പറ്റിച്ചു പോകുന്നു, ചാടി പോകുന്നു. ആഹാ, ഓടിക്കോ, പിടിയവനെ, വേഗം ഓട്, പിടിയവനെ. ആ അവൻ കാട്ടിലേക്ക് രക്ഷപ്പെട്ടല്ലേ. ഇനി എന്തു ചെയ്യും നമ്മൾ? അവനെ കിട്ടാതെ പോയാൽ മാസ്റ്റർ നമ്മളെ തട്ടും. ഇനിയിപ്പോ എന്താ ചെയ്യുക? നമ്മുടെ സർക്കസിൽ നല്ല ഐറ്റംസുകൾ കളിക്കുന്ന സിംഹത്തെയാ നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ നിന്നിട്ട് കാര്യമില്ല, അവൻ പോട്ടെ. അല്ലെങ്കിലും അവൻ എത്ര കാലമെന്ന് വെച്ചിട്ടാ സർക്കസിന്റെ ഇരുമ്പുകൂട്ടിൽ പച്ചക്കറിയും ഇലയും തിന്ന് ജീവിക്കുക? ആ ജീവിതം അവനും മടുത്തിട്ടുണ്ടാവും, നമ്മളെപ്പോലെ തന്നെ. അതുകൊണ്ടാ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. മനുഷ്യരെ കൂട്ടിലടക്കുന്നത് തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പാവം ജന്തുക്കൾ, അവരെന്ത് പിഴച്ചു? ആഹാ, നീ പറഞ്ഞത് ശരിയാ. സ്വതന്ത്രമായി നടക്കേണ്ട ജന്തുക്കളെ പിടിച്ച് കൂട്ടിലിട്ട് മനുഷ്യൻ പണം സമ്പാദിക്കുന്നു, അവറ്റകളെ കഷ്ടപ്പെടുത്തുന്നു മനുഷ്യർക്ക് രസിക്കാൻ. അവൻ രക്ഷപ്പെടട്ടെ. വാ, നമുക്ക് പോകാം. ഓ, ആശാനെ, അത് അങ്ങോട്ട് നോക്കിയേ. നമ്മുടെ കാട്ടിൽ സാധാരണ കാണാത്ത ഒരു ജീവിയല്ലേ അത്? അതെ, ശരിയാണ്. ഏതവനാ അത്? ഒന്ന് സൂം ചെയ്യൂ. അല്ല ആശാനെ, ആശാനെ പോലെ താടിയുണ്ടെങ്കിലും ഇതെന്തൊരു താടിയും മുടിയുമാ? പേടിയാവുന്നു. ഏതായാലും ഇവനെ നമുക്കൊന്ന് വാച്ച് ചെയ്യണം. ശരിയാ, നമുക്കവനെ പിടികൂടണം. ജൽദി ചലോ. നീ പോയി പെട്ടെന്ന് അന്വേഷിക്ക്. ഗോ ഫാസ്റ്റ്. ഐ വിൽ മാനേജ് ഇറ്റ്. ഹലോ ഷൂയ്, ഏയ് ഷൂയ്. ആരാ? ഞാൻ കുക്കുഡൂസ്. ഈ കാട്ടിലെ താമസം. താമസം എന്ന് പറഞ്ഞാ ഈ കാട്ടിലെ ഒരു ചെറിയ നേതാവ് കൂടിയാ. ആരാ? മനസ്സിലായില്ലല്ലോ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എവിടുന്നാ? ഇവൻ ഇവിടുത്തെ വലിയ നേതാവായിരിക്കും. ഇവനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം. എന്തെങ്കിലും സഹായം കിട്ടുമായിരിക്കും. ഞാൻ ഡംബു. അകലെ നഗരത്തിൽ ഒരു സർക്കസ് കമ്പനിയിൽ അഭ്യാസിയായിരുന്നു. എനിക്കവിടെ മടുത്തു. ഞാനവിടുന്ന് ചാടി രക്ഷപ്പെട്ടതാ. അപ്പോ നിന്റെ അച്ഛനും അമ്മയുമൊക്കെ അവരെവിടെയാ? ആ, അറിയില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ മനുഷ്യരുടെ കൂടെ ആ സർക്കസ് കമ്പനിയിലായിരുന്നു. ഞാൻ സഹികെട്ടു. അതൊക്കെ ഒരു വലിയ കഥയാ. ഒരുപാട് പറയാനുണ്ട്. ഇവൻ വിചാരിക്കുന്ന പോലെയല്ല. ഇവനെ കണ്ടാൽ പേടിയാവുമെങ്കിലും ഒരു സാധുവാണെന്നാ തോന്നുന്നത്. ഏതായാലും ഇവനെ വച്ചൊരു കളി കളിച്ചു നോക്കാം. ഇവൻ മണ്ടനാണെങ്കിലും ശക്തനാണ്. ആ ഡംബു, നീ എൻ്റെ കൂടെ വന്നോളൂ. നിനക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്നാ നമുക്ക് പോവാം. ഇവിടെ എന്താ നമുക്ക് കാര്യം? എടാ ഡംബു, നിനക്ക് വിശക്കുന്നില്ലേ? ഞാനിപ്പോ പുല്ല് കഴിച്ചതേയുള്ളൂ. എടാ മണ്ട, തന്നെപ്പോലെയുള്ള സിംഹങ്ങളൊക്കെ പുല്ലല്ല സാധാരണ കഴിക്കാറ്. വല്ല മാനിനെയോ വരയാടിനെയോ ഒക്കെയാ. അതെങ്ങനെയാ? തനിക്ക് ഇത്രയും കാലം പുല്ലും പച്ചക്കറികളും പനയോലയും ഒക്കെയല്ലേ തിന്നു ശീലമായത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കണം. എങ്ങനെ? നീ നിന്റെ ശക്തി ഉപയോഗിച്ച് ഈ കൂട് പൊളിച്ച് അതിനുള്ളിലെ ആ കോഴികളെ ഇങ്ങ് പുറത്തെടുക്ക്. എന്നിട്ട് ഈ ചാക്കിലോട്ടിട്. ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിനക്ക് വിശപ്പ് മാറ്റേണ്ടേ? അയ്യോ, അത് ശരിയാവില്ല. ഈ കോഴികളൊക്കെ പാവങ്ങളാ.
ഞാനില്ല. എടോ സിംഹച്ചാരെ, നമ്മൾ ഇവറ്റകളെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിലും ആണ്ടിച്ചേട്ടൻ ഇത് മനുഷ്യർക്ക് വിൽക്കും. അവരും കൊണ്ടുപോകുന്നത് ഇവറ്റകളെ കൊന്നു തിന്നാനാ. പിന്നെന്താ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം? എന്നു കരുതി മോഷ്ടിക്കാൻ ഞാനില്ല. എടാ, ആണ്ടിച്ചേട്ടന്റെ അടുക്കൽ നിന്ന് കോഴികളെ കാശു കൊടുത്ത് വാങ്ങാൻ തന്റെ കയ്യിൽ കാശുണ്ടോടാ? ഞാൻ പറയുന്നത് കേട്ടോ, കൂട് പൊളിക്കടാ. ദൈവമേ, എന്നോട് പൊറുക്കണേ. 1 2 3 4 5 7 8 9 10 11 കമ്പ്യൂട്ടർ, ക്യാമറ, സ്വിച്ചുകൾ, കുറെ വയറുകൾ. ഹമ്പട, ഇവന്മാര് ഭയങ്കരം തന്നെ. എന്താ ഡംബുരാജ പറ്റിയത്? മുറിവ് വലുതാണല്ലേ? വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? മരുന്നൊന്നും കിട്ടിയില്ലേ? മരുന്നോ? ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അയ്യോ അമ്മേ. അപ്പോ ഡംബുരാജൻ ഈ കാട്ടിലെ രാജാവല്ലേ? രാജാവോ? അതെന്താ? ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത്. ഡംബു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ്. അവർ ഡംബുരാജനെ ഉപദ്രവിച്ചു കൊല്ലും. അതിനു മുമ്പ് ഡംബു എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുന്ന് രക്ഷപ്പെടണം. പൊയ്ക്കോളൂ. ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ? വേണ്ട, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. അതാ, അവർ വരുന്നുണ്ട്. ഇതാ, താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട്. പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ, അത് ഉപകാരപ്പെടും. വാ കുക്കുടൂസ, നമുക്ക് പോകാം. താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ. ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. വല്ലതും അകത്താക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. വല്ലാത്ത വിശപ്പ്. അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുടൂസ? ജൽദി ജൽദി ചലോ. അപ്പു, നമുക്കൊരു വഴിയുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യണം. എലികൾക്കും കോഴികൾക്കും കെണിയുണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻ കണിയും ഉണ്ടാക്കിയാലെന്താ? എന്നിട്ട് ആശാനെയും കുക്കുടൂസനെയും അതിൽ കുടുക്കണം. ആ, അത് നല്ല ഐഡിയ. എങ്കിൽ ഞാനിപ്പോ തന്നെ പണി തുടങ്ങാം. അങ്ങനെ കെണി റെഡിയായി. അമ്പട, ആശൻ ഫോൺ മറന്നുവെച്ച് പോയിരിക്കുന്നു. ഹലോ, അച്ഛനല്ലേ? ഇത് ഞാനാ, അപ്പു. അപ്പു, അപ്പു, നീ എവിടെയാ? എവിടുന്നാ വിളിക്കുന്നേ? നിന്നെ കാണാനില്ലല്ലോ. നീ എവിടെയാ? അച്ഛാ, എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ പറയുന്നിടത്ത് എത്തണം. ആ, ശരി മോനെ. അവന്മാർ ഈ വഴിക്ക് വരട്ടെ, അപ്പോ കാണാം. ഡാഡി മമ്മി വീട്ടിലില്ലേ, നോക്കാനും നേരമില്ലേ, കുട്ടികളെ കാണാനില്ലേ. ഡംബുരാജാ, അതാ അവർ വരുന്നുണ്ട്. എന്നാ നമുക്ക് കളി തുടങ്ങാം. എല്ലാവരോടും റെഡിയാവാൻ പറയാം. അച്ഛാ, എല്ലാം റെഡിയല്ലേ? അവർ വരുന്നുണ്ട്. ഓക്കെ ഞങ്ങൾ റെഡി. Don't worry, be happy. Hi, hi. Don't worry,
Be happy. അതെ, നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ? അതെ അതെ, നമുക്കിനി പേടിക്കാനേ ഇല്ല. കുശാലായി ജീവിക്കാം. അല്ല, കെണി റെഡിയായി കാണില്ലേ? കാണോ? അതേടാ കള്ളക്കൂറുക്ക, തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു തരാം തന്റെ കുശാൽ, തന്റെ ശാപ്പാട്, തന്റെ കെണി. ദുഷ്ടന്മാർ. എടാ കള്ളക്കൂർക്ക, തന്നെ ഞാൻ എന്റെ കോഴികളെ മോഷ്ടിച്ച് കോഴി വിലസുകയാണല്ലേ. നിന്നെ ഞാൻ അടിയടാ, അടിയവനെ. ഓനെ തട്ടിക്കൊണ്ടുവന്ന് കെണിയൊരുക്കുകയാണല്ലേ. തനിക്കുള്ള കെണി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടടാ. നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഓടിക്കും, കൊല്ലും. അല്ലല്ലേ, അയ്യോ ഞാൻ ആരെയും പറ്റിക്കില്ലേ, അയ്യോ ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തില്ലേ, അയ്യോ എന്നെ തല്ലല്ലേ, ഞാൻ ചത്തോളാവേ. അയ്യോ എന്നെ തല്ലല്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി അങ്ങനെ തന്നെ. എന്നെ തല്ലല്ലേ, ഞാൻ ചത്തോളാവേ. തേടിയ കടി കാലിൽ നിന്റെ കെണി ഞാൻ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളവിടെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളാവേ. അയ്യോ എന്റെ കാല് കുടുങ്ങിയേ, എന്റെ കാല് കുടുങ്ങിപ്പോയേ. എന്നെ തല്ലല്ലേ. എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം